എന്നെ ചിലപ്പോൾ അതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ജയിലിലേക്ക് പോകുമായിരിക്കും. എന്നാൽ സത്യങ്ങൾ അറിയുന്ന ഉണ്ണി പിന്നെ നീയുമായിട്ട് ബന്ധം തുടരാൻ ആഗ്രഹിക്കില്ല. അങ്ങനെ എന്നെ പേടിപ്പിക്കാതെ. ഈ സംഭവത്തിന്റെ പേരില് ഞങ്ങൾ വേർപിരിയേണ്ടി വന്നാൽ എന്നെ പോലെ തന്നെ നഷ്ടം അയാൾക്കും ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് എന്താ ഉള്ളത്? ഇപ്പോഴും സ്വന്തം ഏട്ടന്റെ ചെലവിൽ തന്നെയല്ലേ കഴിയുന്നത്. കാലണ അയാൾ കുടുംബത്തിന് വേണ്ടി ചെലവാക്കില്ല. കുടുംബത്തിന്റെ കാര്യം പോട്ടെ, സ്വന്തം ഭാര്യയായി എനിക്ക് വേണ്ടി അയാൾ ചില്ലിക്കാശ് ചെലവാക്കാറില്ല. കാര്യമൊക്കെ ശരിയാ. കണ്ണന്റെ അച്ഛനെ ലോറി ഇടിച്ച് നിന്റെ അച്ഛൻ കൊന്നു എന്നറിഞ്ഞാൽ പിന്നെ എന്തിനും ഏതിനും നിനക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ള നിന്റെ അച്ഛൻ ജയിലിലാവും. ഞാൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കൊപ്പം അവനും ഉണ്ടാവും. നീ നിന്റെ അച്ഛനെ കണ്ടിട്ടാണ് ഉണ്ണിയോട് നീ വാശി കാണിക്കുന്നത്. അവനും ജയിലിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ നിന്റെ അച്ഛൻ്റെ എൻ്റെ സമ്പാദ്യം മുഴുവൻ കണ്ണന് കൊടുക്കേണ്ടി വരും. അതെന്തിനാ അയാൾ കൊടുക്കുന്നത്? എടി മോളെ, കണ്ണൻ നല്ലൊരു വക്കീലാ. കൂട്ടിനാണെങ്കിലോ വേറൊരു വക്കീലുമുണ്ട്, അനന്തു. അവന്മാര് നല്ല കനത്തിലൊരു കേസ് ഫയൽ ചെയ്താല് പിന്നെ ആ കൊലപാതകത്തിന് വലിയൊരു തുക നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടി വരും. അത് നിന്റെ കുടുംബം വിറ്റാലും തീരാത്ത തുകയായിരിക്കും. എന്ന് വെച്ചാ 20 വർഷം മുമ്പ് നടന്ന കൊലപാതകമാണ്. അതിന്റെ പലിശയുടെ പലിശയും കൊടുക്കേണ്ടി വരും. അതായത് ഈ സംഭവം കോടതിയിലെത്തിയാൽ നിന്റെ കുടുംബം പാപ്പരാകും. പിന്നെ നീ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഉണ്ണിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും അവൻ നയാ പൈസ പുറത്തെടുക്കാത്ത കൂട്ടത്തിലാണെന്ന്. അത് പറയാതെ തന്നെ എനിക്കറിയാം. പൈസയ്ക്ക് വേണ്ടി അവൻ സ്വന്തം അച്ഛനെ അമ്മയും ഭാര്യയെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് പണത്തിനെയാ. അങ്ങനെ ഒരുത്തൻ ഗതിയില്ലാത്ത ഭാര്യയെ ഒരിക്കലും സ്നേഹിക്കില്ല. നിനക്കാണെങ്കിലോ നിന്റെ ചേച്ചിയുടെയും കണ്ണൻ്റെ മുമ്പിൽ കൈനീട്ടുന്നത് മരിക്കുന്നതിന് തുല്യവാ. പക്ഷേ പ്രതാപന് ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ അത് സംഭവിക്കും. പിന്നെ നിനക്ക് നിന്റെ ചേച്ചിയും കണ്ണനെ ആശ്രയിക്കേണ്ടി വരും. ഇതിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് താൻ ഒറ്റ ഒരുത്തനാടോ? അമ്മാവനാണത്രേ, അമ്മാവൻ. തന്നെ പോലുള്ള അസുരന്മാരായ അമ്മാവന്മാര് ഒരു കുടുംബത്തിന്റെ നാശമാടോ? തന്നെ പോലുള്ള പണത്തോടാർത്തിയുള്ള അമ്മാവന്മാരാ ഒരു കുടുംബത്തിന്റെ അടിവേരിളക്കുന്നത്. പൊന്നു മോളെ, നിന്റെ അച്ഛന് നിന്നെ നന്നായിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ കൊട്ടേഷൻ ഏറ്റെടുത്തത്. അന്നവൻ ചില്ലറയൊന്നും അല്ല വാങ്ങിച്ചെടുത്തത്. പിന്നെ സ്വത്തിനോടും പണത്തിനോടൊന്നും നിനക്കോ ആർത്തിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ നീ കണ്ണനെ നിന്റെ ചേച്ചിയൊക്കെ ജീവന് തുല്യം സ്നേഹിക്കുന്നത്. ഡേയ്, ഇപ്പോഴും പ്രതാപം പോയത് കണ്ണനെയും ലക്ഷ്മിയെയും ലോറി ഇടിച്ച് കൊല്ലാൻ വേണ്ടി അല്ലായിരുന്നോ? അതെന്തിനാ? നിന്നെ സന്തോഷിപ്പിക്കാനല്ലേ. അങ്ങനെയുള്ള നീ എന്നെ വിമർശിക്കല്ലേ മോളെ. ഞാനൊരു അസുരനാണെന്നും കുടുംബത്തിന്റെ നാശമാണെന്നും പറയല്ലേ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാ നിങ്ങളുടെ മോൻ മുകളിലേക്ക് നോക്കി കിടക്കുന്നത്, ഒന്നും മിണ്ടാനും പറയാനും പറ്റാതെ. എന്റെ മോൻ അങ്ങനെ ആയത് നിനക്കും നിന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയാടി, അല്ലാതെ അവന് വേണ്ടി മാത്രമല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ പോക്ക് നല്ല പോക്കല്ല. ലക്ഷ്മിക്ക് കാര്യങ്ങൾ അറിയാം. എന്റെ അച്ഛനാണ് കണ്ണന്റെ അച്ഛനെ ലോറി ഇടിച്ച് കൊന്നതെന്ന്. എന്നാ നിങ്ങളാണ് അതിന്റെ പിന്നിലെന്ന് അവൾക്ക് അറിയില്ല. പക്ഷേ അത് ഞാൻ അറിയിക്കും. അറിയിക്കുന്നൊരു മുഹൂർത്തം ഉടനെ ഉണ്ടാവും. അതിലേക്കാ കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ടാണ് നിന്റെ അച്ഛനെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടാൻ ഞാൻ പറഞ്ഞത്.
എന്റെ അച്ഛനെ മാത്രമല്ല, നിങ്ങളെയും അവിടെ കൊണ്ടിടണം. ഒരർത്ഥത്തില് എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയത് നിങ്ങളാ. എന്നും എന്റെ പിന്നിലായിരുന്ന ഒരുത്തിയെ എന്റെ മുന്നിലെത്തിച്ചു. അവള് കണ്ണനെ പോലൊരാളുടെ ഭാര്യയായത് നിങ്ങൾ കാരണോ?